തിരികെ വാർത്തയിലേക്ക്. 4 മാസത്തിനുള്ളിൽ രാജ്യത്ത് തകർത്തത് 16 തീവ്രവാദ ശൃംഖലകൾ. ശ്രീനഗർ മുതൽ വിജയവാഡ വരെ നീളുന്ന ഭീകര ശൃംഖലകളാണ് എൻഐഎയും സംസ്ഥാന പോലീസ് സേനകളും സംയുക്തമായി തകർത്തത്. 90ഓളം പേർ പിടിയിലായി. ബോംബ് നിർമ്മാണ സാമഗ്രികൾ പിടിച്ചെടുത്തു. ഓൺലൈൻ ഗെയിമിലൂടെ ചാരന്മാരായി മാറുന്ന കുട്ടികളും ഡിജിറ്റൽ സ്ലീപ്പർ സെല്ലുകളടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. രാജ്യം അറിയാതെ പോയ അദൃശ്യ പോരാട്ടത്തിന്റെ വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. നന്ദൻ, ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് ഭീകരവാദ ശൃംഖലകൾ, അതൊരു ശൃംഖലയായിരുന്നു. കൃത്യമായ ലക്ഷ്യങ്ങളോടെ രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യമിട്ടെത്തിയ ആ ഒരു ഭീകരവാദികളുടെ കൂട്ടം, ആ ശൃംഖലകളെയാണ് സംയുക്തമായ പരിശോധനയിലൂടെ, സംയുക്തമായ ഓപ്പറേഷനിലൂടെ തകർത്തെറിഞ്ഞിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങളും എന്തൊക്കെയാണ്? സുരേഷ്, കഴിഞ്ഞ ജനുവരി മുതൽ തക്കം പാർത്തിരിക്കുകയായിരുന്നു ഭീകരവാദികൾ എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അതായത് നേരിട്ട് ഭാരതത്തെ ആക്രമിക്കുകയല്ല, മറിച്ച് മറ്റ് വഴികളിലൂടെ ഭാരതത്തെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഭീകരവാദികൾക്കുള്ളത്. അതിൽ പ്രധാനമായും പാകിസ്ഥാനിൽ നിന്നുമുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ ചാര സംഘടനയായ ISI ആയിരുന്നു ഇതിനെല്ലാം നേതൃത്വം നൽകിയിരുന്നത്. ജെയ്ഷെ മുഹമ്മദ്, അതേപോലെ തന്നെ ലഷ്കർ ഇ തോയ്ബ അടക്കമുള്ള ഭീകരവാദ ശക്തികൾ ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത് ഈ വൈറ്റ് കോളർ ടെററിസം എന്നുള്ളതായിരുന്നു. അതായത് ഈ സമൂഹത്തിൽ ഉന്നത മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ ലക്ഷ്യം വെച്ചായിരുന്നു അവർ മുന്നോട്ട് നീങ്ങിയിരുന്നത്, അല്ലെങ്കിൽ അവരെ ആയിരുന്നു ഇവർ ഈ ഭീകരവാദികൾ കരുവാക്കിയിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പ്രധാനമായും തെളിയിക്കപ്പെട്ടത് ജമ്മു കാശ്മീരിലെ അനന്തനാഗ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ നിന്നും ഒരു തോക്ക് കണ്ടെത്തിയുമായി ബന്ധപ്പെട്ടാണ്. അവിടുന്ന് തുടങ്ങിയ അന്വേഷണം എത്തി നിന്നത് അങ്ങ് വിജയവാഡയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അനന്തനാഗ് മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഇങ്ങ് താഴേക്ക് വരുമ്പോൾ ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫലാഖ് മെഡിക്കൽ കോളേജും, അതേപോലെ തന്നെ ഗുജറാത്തിൽ ചില ഡോക്ടർമാർക്ക് ഇതിൽ ബന്ധം, അതേപോലെ തന്നെ വിജയവാഡയിൽ ചില ഡോക്ടർമാർക്ക് ഇതിൽ ബന്ധം. അങ്ങനെ രാജ്യത്ത് മുഴുവൻ ഇത്തരത്തിൽ ഈ സ്റ്റെതസ്കോപ്പും ഏന്തി ഭീകരവാദികളുടെ വലയിലേക്ക് അകപ്പെട്ട ഡോക്ടർമാരുടെ എണ്ണം കുറവല്ല എന്നുള്ളതായിരുന്നു അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികൾ, IB അടക്കമുള്ള ഇൻ്റലിജൻസ് ഏജൻസികൾ കൃത്യമായ നിരീക്ഷണം നടത്തി. അതിൽ കുട്ടികളെ ഗെയിമിംഗ് ആപ്പിലൂടെയും മറ്റും വലയിലാക്കിക്കൊണ്ട് അവരെ ഭീകരവാദത്തിലേക്ക് നയിക്കുന്ന ശക്തികളെയാണ് ഈ ഇൻ്റലിജൻസ് ഏജൻസിയും മറ്റും കണ്ടെത്തിയത്. ധാരാളമായി അത്തരത്തിൽ വിദ്യാർത്ഥികൾ, അത് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ അടക്കം ഇവർ ഉപയോഗപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഗെയിമിംഗ് ആപ്പുകളിലൂടെ അവരെ ഈ ഭീകരവാദത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഇവരുടെ പ്രധാന തന്ത്രവും ലക്ഷ്യവും എന്നുള്ളത്. അതായത് നന്ദൻ, പല തന്ത്രങ്ങളുമാണ് രാജ്യത്തെ വിധ്വംസക പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ ഭീകര സംഘടനകൾ നടത്തുന്നത്. പാകിസ്ഥാന്റെ ഒത്താശയോടെ, ഭീകരശക്തികളുടെ ഒത്താശയോടെ തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ കാലാകാലങ്ങളായി നടത്തിയത്. പക്ഷേ അതിനെയൊക്കെയും പ്രതിരോധിക്കുന്ന, ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്ത്രങ്ങൾ മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതുകൊണ്ട് തന്നെ ഭീകര സംഘടനകൾ നീങ്ങുകയാണ്. പ്രത്യേകിച്ച് കുട്ടികളെയടക്കം കരുവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം, അതിനെയും കൃത്യമായി കണ്ടെത്തി വേററുത്തു മാറ്റുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞതല്ലേ? സുരേഷ്, വായുമാർഗമോ കരമാർഗമോ ജലമാർഗമോ ഭാരതത്തെ ആക്രമിക്കുവാൻ പാകിസ്ഥാന് സാധിക്കില്ല. പാകിസ്ഥാൻ എന്നല്ല, ഒരു ഭീകരവാദ ശക്തികൾക്കും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റു വഴികളിലൂടെ ഭാരതത്തെ ആക്രമിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ കഴിഞ്ഞ 4 മാസമായിരുന്നു ഏറ്റവും അധികം ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ ഈ ഭീകരവാദ ശക്തികൾ നടത്തിയത് എന്നുള്ളതാണ്. സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ NIA, അതേപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, മറ്റ് അന്വേഷണ ഏജൻസികൾ, സുരക്ഷാ സൈന്യമൊക്കെ തന്നെ കൃത്യമായി ഇടപെട്ടുകൊണ്ടാണ് ഈ 4 മാസവും ഈ രാജ്യത്തെ യാതൊരുവിധ സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ അക്രമങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ കാത്തു സൂക്ഷിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഈ സുരക്ഷാ ഏജൻസികളുടെയൊക്കെ വലിയ വിജയം എന്നതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ
കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൂടി അതിന് പിന്നിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പലതരത്തിൽ ഭാരതത്തെ ആക്രമിക്കാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗുജറാത്തിൽ നിന്നും അറസ്റ്റിലായ ഡോക്ടർമാരിൽ നിന്നും ലഭ്യമായ സൂചനകൾ പ്രകാരം അവർ ജൈവായുധം ഉപയോഗിക്കുവാൻ വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. റൈസിൻ എന്ന് പറയുന്ന കൊടും വിഷം പ്രയോഗിക്കുവാൻ വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. അതിൻ്റെ പേരുകൾ എത്തി നിന്നത് വിജയവാഡയിലാണ്. ഇത്തരത്തിൽ ഡോക്ടർമാരും അതേപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതരെയും ഒക്കെ തന്നെ കരുവാക്കിക്കൊണ്ട് ഭാരതത്തെ ഏത് രീതിയിൽ ആക്രമിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഭീകരവാദ ശക്തികൾ നോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ വിദ്യാർത്ഥികളെയാണ്. മതപാഠശാലകൾ, അതും അന്വേഷണ ഏജൻസികൾ, രഹസ്യാന്വേഷണ വിഭാഗവും മറ്റും കണ്ടെത്തിയത് കേരളത്തിലടക്കം മതപാഠശാലകളിൽ, മദ്രസകളിൽ തെറ്റായ രീതിയിൽ ഖുറാനെ വ്യാഖ്യാനിച്ച് അത് വിദ്യാർത്ഥികൾക്കുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. ഭാവിയിൽ അവർ ഭീകരവാദത്തിന്റെ അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ജനം ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികളെ അടക്കം കരുവാക്കിക്കൊണ്ട് വിധ്വംസക പ്രവർത്തനത്തിന്, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഭീകരർ ശ്രമം നടത്തി. കാലാകാലങ്ങളായി അവർ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു, കൃത്യമായ രീതിയിലുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. പക്ഷേ അതിന്റെ വേരറുക്കുന്ന സമീപനത്തിലേക്ക് തന്നെയാണ് സംയുക്ത സേന എന്നയടക്കം കേന്ദ്ര സേനകളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും ഭീകരതയ്ക്ക് പൂട്ടിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മുച്ചൂടും മുടിക്കുന്ന സമീപനത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാർ എത്തിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും നൽകിയത്.